Dear students, now I wish to discuss എയർപോർട്ട് എഞ്ചിനീയറിംഗ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഫോർത്ത് മൊഡ്യൂളിൽ നാല് ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് വൺ വളരെ ഇൻട്രസ്റ്റിംഗ് മൊഡ്യൂളാണ്. ഫസ്റ്റ് വൺ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, സെക്കൻഡ് വൺ എയർപോർട്ട്, സെക്കൻഡ് വൺ ടണൽ എഞ്ചിനീയറിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും ഒരു തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ഡിസൈനൊന്നും നമുക്ക് വരുന്നില്ല. ഇനി അടുത്തത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ വേറെ ഒന്നുള്ളത് ഡോക്സ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ്, തുറമുഖ എഞ്ചിനീയറിംഗ്. ഇതിനകത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ സൈറ്റ് സെലക്ഷൻ ഓഫ് ഫോർ എയർപോർട്ട്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. ഞാൻ തന്നെ നമുക്ക് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ റീജിയണൽ പ്ലാന്, യൂസ് ഓഫ് എയർപോർട്ട്, പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട്, ആക്സസിബിലിറ്റി ടു ഗ്രൗണ്ട്, ടോപ്പോഗ്രഫി, ഒബ്സ്ട്രക്ഷൻസ്, വിസിബിലിറ്റി, വിൻഡ്, നോയിസ്, ന്യൂയിസൻസ്, ഗ്രേഡിംഗ്, ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്, അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് ഫ്രം ടൗൺ, ഇക്കണോമിക് കൺസിഡറേഷൻസ്. റീജിയണൽ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഷുഡ് ഫോം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി നാഷണൽ നെറ്റ്വർക്ക് ഓഫ് എയർപോർട്ട്. ഈ എയർപോർട്ട് ഉണ്ടാക്കിയോണ്ട് ഇറ്റ് ഷുഡ് ഫോം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി നാഷണൽ നെറ്റ്വർക്ക് ഓഫ് എയർപോർട്ട്. അത് ഒരു നാഷണൽ നെറ്റ്വർക്ക് ഓഫ് എയർപോർട്ടിൽ ഇൻ്റഗ്രൽ പാർട്ടായി മാറാൻ പറ്റണം. യൂസ് ഓഫ് എയർപോർട്ട് യൂസ് ഉദ്ദേശിക്കുന്നതിൻ്റെ പർപ്പസ്, അതിൻ്റെ യൂസ്, അതിൻ്റെ ഉപയോഗം. ദ യൂസ് ഓഫ് എയർപോർട്ട് വെദർ ഫോർ സിവിലിയൻ ഓർ മിലിറ്ററി. ഇതിപ്പോൾ നമ്മുടെ ജനങ്ങളെ ആവശ്യത്തിനാണോ സൈനിക ആവശ്യത്തിനാണോ എന്നുള്ളതാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഫോർ ദി സെലക്ഷൻ ഓഫ് സൈറ്റ്. അപ്പം അങ്ങനെ കൺസിഡർ ചെയ്താണ് സൈറ്റ് സെലക്ഷന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട്സ്. അടുത്ത എയർപോർട്ടൊക്കെ ആയിട്ടുള്ള proximity. The site selected for airport should be at a considerable distance from the existing airport. അടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഇത്തിരി ദൂരമായിരിക്കണം. അതായത് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ട്, പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ട്, അങ്ങനെ 4 എയർപോർട്ടാണല്ലോ നമ്മുടെ സിവിലിയൻസിൻ്റെ. ഇതിനിവിടെ പിന്നെ മംഗലാപുരം എയർപോർട്ട്, അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റേറ്റിലുള്ള കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വേണം. അതിനാൽ തന്നെ കൊച്ചിയിൽ തന്നെ ഒരു നാവൽ ബേസ് ഉണ്ട്, അത് നോക്കണ്ട, നമുക്ക് സിവിലിയൻസിന് നോക്കാം. പിന്നെ അടുത്ത ആക്സസിബിലിറ്റി ടു ഗ്രൗണ്ട്. ദ സൈറ്റ് സെലക്ടഡ് ഷുഡ് ബി ആൻഡ് അഡ്ജസൻറ്റ് ടു മെയിൻ ഹൈവേ ആയിട്ട് അടുത്തായിരിക്കണം അല്ലേ. ദ ടൈം റിക്വയർഡ് ടു റീച്ച് ആൻ എയർപോർട്ട് ഇൻ എ പാസഞ്ചർ കാർ ഷുഡിൻ്റ് എക്സീഡ് ഹാഫ് ആൻ അവർ. ഒരു അരമണിക്കൂർ കൊണ്ട്, ഹൈവേന്ന് അരമണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്തായിരിക്കണം. അടുത്തത് ആണ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ദിസ് ഇൻക്ലൂഡ് നാച്ചുറൽ ഫീച്ചേഴ്സ് ലൈക്ക് ഗ്രൗണ്ടിൻ്റെ കോണ്ടൂർ, ട്രീസ്, സ്ട്രീം എക്സെട്ര. എ ഹിൽ ടോപ്പ് ഓർ റൈസ്ഡ് ഗ്രൗണ്ട് വിൽ ബി ആൻ ഐഡിയൽ സൈറ്റ് ഫോർ ആൻ എയർപോർട്ട്. ഒരു ഹിൽ ടോപ്പോ ഓർ റൈസ്ഡ് ഗ്രൗണ്ടോ വിൽ ബി ആൻ ഐഡിയൽ സൈറ്റ് ഫോർ ആൻ എയർപോർട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട് അതൊരു താഴ്ന്ന പ്രദേശമായിരുന്നു, മണ്ണിട്ട് പൊക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാരണം അതുകൊണ്ട് തന്നെ അതിനവിടെ കൂടുതൽ സ്ഥലം അക്യൂർ ചെയ്യാനുള്ള സ്ഥലം ഇല്ലാണ്ടായിപ്പോയി. അതിൻ്റെ ഒരു റിസ്കി എയർപോർട്ടാണ് കാലിക്കറ്റ്. അതുകൊണ്ടാണ് നാളെ ഒരു അപകടം ഉണ്ടായത്. അതുപോലെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടും ഒരു കണിക്കാർ വയലിലാണല്ലേ. അതായത് മഴക്കാലം മൺസൂൺ സീസണിലൊക്കെ വെള്ളം കയറും. അതായത് നമ്മളെ പെരിയാർ നദീൻ്റെ തീരത്താണ് ശരിക്കും. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പം മഴയൊക്കെ വരുമ്പോൾ ചില
കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലൊക്കെ എയർപോർട്ട് അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്ന് എയർപോർട്ടിൽ വെള്ളം കയറി. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഹൈവേന്ന് അടുത്തുള്ള സ്ഥലമാണോ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. മിലിറ്ററി പർപ്പസ് ആണോ ഇതാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തുള്ള എയർപോർട്ടുമായിട്ടുള്ള അടുത്ത എയർപോർട്ട് വന്ന സിഗ്നൽ തമ്മിൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യം. ഹൈവേന്ന് അടുത്തായിരിക്കണം. പിന്നെ നല്ല ഉയർന്ന പ്രദേശം നല്ലത്, പക്ഷേ ഇത്തിരി കൂടി ഏരിയ കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി വരുന്നത് ഒബ്സ്ട്രക്ഷൻസ് വരുന്നത് അപ്രോച്ച് ഏരിയ ഫോർ ദി സെലക്റ്റഡ് സൈറ്റ് ഷുഡ് ബി കെപ്റ്റ് ഫ്രീ ഓഫ് ഒബ്സ്ട്രക്ഷൻ ലൈക്ക് ഫെൻസസ്, ട്രീസ്, ബിൽഡിങ്സ്. അങ്ങനെ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്രോച്ച് ഏരിയ സെലക്റ്റഡ് സൈറ്റ് ഷുഡ് ബി കെപ്റ്റ് ഫ്രീ ഫ്രം ഈ അപ്രോച്ച് ചെയ്യുന്ന ഏരിയ ഫ്രീ ഫ്രം ഒബ്സ്ട്രക്ഷൻ ആയിരിക്കണം. ട്രീ, വേലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വിസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ദ പുവർ വിസിബിലിറ്റി ലോവേഴ്സ് ദി ട്രാഫിക് കപ്പാസിറ്റി. ഫോഗ് ആൻഡ് സ്മോക്ക് ഷുഡ് ബി ലെസ് ഇൻ ദി ലൊക്കാലിറ്റി. അങ്ങനെയുള്ള ഫോഗും സ്മോക്കൊക്കെ ഉണ്ടല്ലോ, അത് കുറവായിരിക്കണം. ഫോഗ് സ്മോക്ക് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനത്തെ ഈ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ കൊണ്ടുപോയി എയർപോർട്ട് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വിസിബിലിറ്റിൻ്റെ കുറവുണ്ടാകും. ഈ വിൻഡ് റൺവേ ഈസ് ഓറിയൻറ്റഡ് ദാറ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഈസ് ഡൺ ബൈ ഹെഡിങ് ഇൻ ടു ദി വിൻഡ് ഡാറ്റ കളക്റ്റഡ് ഓവർ എ മിനിമം പീരിയഡ് ഓഫ് അബൌട്ട് 5 years. 5 ഇയറിൻ്റെ ഒരു വിൻഡ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കണം. അതായത് വിൻഡിൻ്റെ റൺവേ ഈസ് ഓറിയൻറ്റഡ് ദാറ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഈസ് ഡൺ ബൈ ഹെഡിങ് ഇൻ ടു ദി വിൻഡിലേക്ക് ഹെഡ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ അതിൻ്റെ ഡയറക്ഷനിലാണ് ഇതും ടേക്ക് ഓഫും ലാൻഡിങ്ങും നടത്തുക. അപ്പോൾ റൺവേൻ്റെ ഓറിയൻറ്റേഷനൊക്കെ. അപ്പോൾ വിൻഡിൻ്റെ ഒരു 5 വർഷത്തെ വിൻഡ് ഡാറ്റ നമുക്ക് വേണം. In nuisance, the site selected should be free from residential or industrial development. നമ്മളെ വീടിൻ്റെ ഏരിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയയിൽ നിന്ന് വിട്ടായിരിക്കണം. സൈറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം റെസിഡൻഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. കാരണം ഇതിന് നല്ല സൗണ്ട് ഉണ്ടാവും ഇത് പോകുമ്പോൾ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊണ്ടോട്ടി ആയതുകൊണ്ട് എയർപ്ലെയിൻസ് വരുമ്പോഴും ഫ്ലൈറ്റ്സ് വരുമ്പോഴും പോകുമ്പോഴൊക്കെ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളവർക്ക് പിന്നെ പറയണ്ടല്ലോ. നോയ്സ് ഫ്രം എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് ഓവർ റെസിഡൻഷ്യൽ ഏരിയാസ് ഇമ്പയർസ് പീപ്പിൾസ് എബിലിറ്റി ടു വർക്ക്, ലേൺ ഇൻ സ്കൂൾ ആൻഡ് വളരെ വലിയ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കണം. ആൻഡ് കൺസിക്വൻ്റ്ലി ആൾസോ റിസൾട്ട്സ് ഇൻ ലോവേഡ് പ്രോപ്പർട്ടി വാല്യൂസ് ഇൻ എഫക്റ്റഡ് ഏരിയ. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ള വസ്തുക്കൾക്ക് പ്രോപ്പർട്ടിക്ക് കുറച്ച് വില കിട്ടുള്ളൂ. അങ്ങനെ ഉള്ള പൊല്യൂഷൻ ഉള്ളതുകൊണ്ട്. As passenger volume increases and new and large airports are built, noise is becoming even more of a concern. നോയ്സ് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഭയങ്കര നോയ്സ് ഉണ്ടാക്കുന്ന ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഭയങ്കര നോയ്സ് ഉണ്ടാകും. പിന്നെ ഗ്രേഡിങ് ആൻഡ് ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്. ഡ്രെയിനേജും സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ് വിത്ത് ഹൈ വാട്ടർ ടേബിൾസ് വിച്ച് മേ ബി അവോയ്ഡ്. അതാണ് പറഞ്ഞത്. സൈറ്റ് വിത്ത് വലിയ വാട്ടർ ടേബിളുള്ള സൈറ്റ് അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇടയ്ക്ക് വെള്ളം കയറുന്ന കാരണം അതൊരു വയലിലാണ്. ആ ട്രെയിനിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും നമുക്ക്. ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും വയലാണ്. അടുത്ത് തന്നെ നമ്മളെ പെരിയാറുണ്ട്, ആലുവ നദി അല്ലേ, പെരിയാർ അതുണ്ട്. അപ്പോൾ അങ്ങനത്തെ സൈറ്റ് പറ്റില്ല. അതുപോലെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ സൈറ്റും മണ്ണിട്ട് പൊക്കിയതാണ്. ഒരു കുഴിയായിരുന്നു, മണ്ണിട്ട് പൊക്കിയത്. അതതിൻ്റെ അപകടം നടക്കുന്നത്. നല്ലത് കുന്നിൻ്റെ മുകളിലുള്ള നിരന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ പിന്നെ വയലൊക്കെ പറ്റും, പക്ഷേങ്കിൽ വെള്ളം ഈ നദീൻ്റെ അടുത്തൊന്നും ആയിപ്പോയത്. ആ കാരണത്താലാണ് ഇടയ്ക്ക് നെടുമ്പാശ്ശേരി വെള്ളം കയറലുണ്ട്. പറഞ്ഞൂടെ. ഏതായാലും ബെസ്റ്റ് സ്യൂട്ടഡ് കുന്നിൻ്റെ മുകളിലാണ്. ദ കോസ്റ്റ് ഓഫ് ഗ്രേഡിങ് ആൻഡ് ഡ്രെയിനേജ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സെലക്ടിങ് എ സൈറ്റ് ഓഫ് ഫേവറബിൾ സോയിൽ.
ഗ്രേഡിങ് ആൻഡ് ഡ്രെയിനേജ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സെലക്ടിങ് എ സൈറ്റ് ഓഫ് ഫേവറബിൾ സോയിൽ. നല്ല സോയിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രെയിനേജിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം അതിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അത് ഇറങ്ങിപ്പോവും, നമ്മുടെ സാധാ മണ്ണാണെങ്കിൽ. വിച്ച് കണ്ടെയ്ൻ റീസണബിൾ എമൗണ്ട് ഓഫ് പെർവിയസ് മെറ്റീരിയൽ. അതാണ് പെർവിയസ് ഉള്ള സോയിൽ ഉണ്ടാവും. പെർവിയസ് ആയിട്ടുള്ള സോയിൽ, വെള്ളം പെട്ടെന്ന് കടത്തി വരുന്നത്, സച്ച് ആസ് ഗ്രാവൽ ആൻഡ് സാൻഡ്. അങ്ങനെയുള്ള ഗ്രാവലും സാൻഡൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ വെള്ളം അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് താഴ്ന്നു പോകും. നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനത്തെ മണ്ണ് പാടില്ല. ഇത് സ്ലാറിയാണോ? സ്ലാറി. അതുപോലെ നദിക്കടുത്താകാൻ പാടില്ല. സോയിൽ ഇറോഷൻ, സർഫസ് വാട്ടർ, ഇങ്ങനത്തെ മണ്ണിലാകാൻ പാടില്ല. വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന പെർവിയസ് ആയിരിക്കണം. ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനുള്ള ഏരിയ നമ്മൾ കാണണം. ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല. അത് തന്നെ കുറച്ച് എടുത്തുകൊണ്ട് ഇപ്പോൾ അപ്പുറമൊക്കെ റോഡൊക്കെ ഇതാക്കിയിട്ട് പോകണം. പൊളിച്ചിട്ടല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്യൂർ ചെയ്തിട്ട് പോകണം. ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് വെൻ ദി ട്രാഫിക് ഇൻക്രീസ് എക്സ്ട്രാ റൺവേസ് ഹാവ് ടു ബി പ്രൊവൈഡഡ്, മോർ ഫെസിലിറ്റീസ് ഹാവ് ടു ബി പ്രൊവൈഡഡ്. അപ്പോൾ അതായത് കുറേ ഫ്ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ കൂടുതൽ റൺവേ, പിന്നെ വണ്ടിക്ക് വരാനുള്ള വലിയ ഹൈവേസ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിനുള്ളൊരു സ്ഥലം ആദ്യം കാണണം. പ്രോസസ്സിങ് ഓഫ് പാസഞ്ചേഴ്സ്, കാർഗോ, ബാഗേജ് ആൻഡ് ഷെൽട്ടർ, അങ്ങനെയൊക്കെ കൂടുമ്പോൾ ബാഗേജും ഷെൽട്ടറും കാർഗോ ഒക്കെ കൂടുമ്പോൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് അതിനുള്ള സ്ഥലം ആദ്യം കാണണം. ഫോർ ദിസ് ലാർജർ ഏരിയ ഷുഡ് ബി അക്യൂർഡ് ഇനീഷ്യലി. അപ്പോൾ ആദ്യം തന്നെ കണ്ടു വെക്കണം ആ സ്ഥലം. ഇക്കണോമിക് കൺസിഡറേഷൻ, കോസ്റ്റ് എസ്റ്റിമേറ്റ് ആർ ടു പ്രിപ്പയർഡ് ടേക്കിംഗ് ദി ലാൻഡ് കോസ്റ്റിനായിട്ട് വെച്ചിട്ടുള്ള ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് ആദ്യം തന്നെ ഉണ്ടാക്കിയേക്കണം. ക്ലിയറിംഗ് ദി സൈറ്റ്, റിമൂവൽ ഓഫ് ഹസാർഡ്സ്, ഗ്രേഡിംഗ് ഓഫ് ലാൻഡ്, ഡ്രെയിനേജ്, പേവിങ്, ടർഫിങ്, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, ആക്സസ് റോഡ്സ് ആൻഡ് കാർ പാർക്കിംഗ് amongst the various alternate sites. ദി സൈറ്റ് സെലക്ടഡ് ഷുഡ് ബി ആൻ ഇക്കണോമിക് വൺ. ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇക്കണോമിക് ആയിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ കുറേ സൈറ്റ് കണ്ടു വെക്കുമല്ലോ, അതിനകത്തുള്ള ഈ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. അവിടെ ബിൽഡിംഗ് ഉണ്ടാകാൻ എത്ര ആവും, അത് ആ സൈറ്റ് ക്ലിയർ ചെയ്യാൻ എത്ര ആവും, അതിനകത്ത് മെറ്റീരിയൽസ് കിട്ടാൻ എത്ര ആവും എന്നുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തണം. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇക്കണോമിക് ആയിട്ടുള്ളൊരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള വർക്കൊക്കെ ഉണ്ടാവും. ഇലക്ട്രിസിറ്റി അങ്ങ് എത്തുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സൈറ്റ് ക്ലിയർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി വരുന്നത് കമ്പോണൻറ്റ് പാർട്സ് ഓഫ് എയർപോർട്ടാണ്. അതിനകത്ത് എയറോഡ്രോം എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ഏരിയ ഓഫ് ലാൻഡ് വിച്ച് ഈസ് ഇനീഷ്യേറ്റഡ് ടു ബി യൂസ്ഡ് ഫോർ ദി അറൈവൽ, ഡിപ്പാർച്ചർ ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് എയർക്രാഫ്റ്റ്. അതാണ് എയറോഡ്രോം. അത് ഫ്ലൈറ്റ്സ് വരാനും പോകാനും അറൈവലിനും ഡിപ്പാർച്ചറിനുള്ള ഏരിയയാണ് എയറോഡ്രോം. ഇറ്റ് മേ പ്രൊവൈഡഡ് വിത്ത് ഫെസിലിറ്റീസ് ഫോർ ഷെൽട്ടർ ആൻഡ് റിപ്പയർ ഓഫ് എയർക്രാഫ്റ്റ്. അതിനകത്ത് ഇത് എയർക്രാഫ്റ്റ് റിപ്പയർ ചെയ്യാനുള്ളൂ, എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും. ആൻഡ് ഫോർ പ്രോസസ്സിങ് ഓഫ് പാസഞ്ചേഴ്സിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ബാഗേജ്, മെയിൽ ആൻഡ് കാർഗോ ഒക്കെ പ്രോസസ്സ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ഓക്കെ, അത് എയറോഡ്രോം. പിന്നെ എയർപോർട്ട്, എയർക്രാഫ്റ്റ് കമ്പോണൻറ്റ് പാർട്സാണ്. റൺവേ, ടാക്സി വേ, ആപ്രോൺ, ടെർമിനൽ ബിൽഡിംഗ്. ഇതാണ് നമ്മുടെ എയറോഡ്രോം. അതിനകത്ത്
ഇത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തത് എയർപോർട്ടാണ്. ഇറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ലാൻഡ് വിച്ച് ഈസ് ടു ബി റെഗുലർലി യൂസ്ഡ് ഫോർ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് എയർക്രാഫ്റ്റ്. അല്ലേ? എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ലാൻഡ് വിച്ച് ഈസ് ടു ബി റെഗുലർലി യൂസ്ഡ് ടു ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് എയർക്രാഫ്റ്റ്. വിമാനം ഇറങ്ങാനുള്ള, പറന്ന് ഉയരാനും താഴ്ന്നിറങ്ങാനുള്ള, ലാൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡഡ് വിത്ത് ഓൾ ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ ഷെൽട്ടർ, റിപ്പയർ ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ. അതിനകത്ത് ഈ പറഞ്ഞ കാർഗോനെയും പാസഞ്ചേഴ്സിനെ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. കണ്ടോ? ഇനി അടുത്തത് വരുന്നത് നമ്മൾ റൺവേ ആണ്. റൺവേ എ ലോങ് ആൻഡ് നാരോ സ്ട്രിപ്പ് വിച്ച് ഈസ് പേവ്ഡ് ഫോർ സ്മോൾ എയറോഡ്രോംസ്. ലോങ് ആൻഡ് നാരോ സ്ട്രിപ്പായിട്ടുള്ള ഇതാണ് റൺവേ എന്ന് പറയുന്നത്. റൺവേ എന്ന് പറഞ്ഞാൽ ലോങ് ആൻഡ് നാരോ സ്ട്രിപ്പാണ് ഫോർ എയറോഡ്രോംസ്. നമുക്ക് എയറോപ്ലെയിൻസ് ഒക്കെ ഇറങ്ങാനും ഇതിനുള്ളതാണ്. ഇനി അടുത്തത് ടാക്സി വേ ആണ്. ടാക്സി വേനകത്ത് ഇത് പാർക്ക് ചെയ്യാനുള്ള ടാക്സി വേ. ഡിഫൈൻഡ് പാത്ത് ഓൺ ലാൻഡ്. ലാൻഡിൽ കുറച്ച് ഏരിയ ആണ്. Aerodrome over which an aeroplane may moor to find from the runway and loading apron. ഡിഫൈൻഡ് പാത്ത് ഓൺ ലാൻഡ് ആണ്. ടാക്സി വേ എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് പാത്ത് ഓൺ ലാൻഡ് ആണ്. എയറോഡ്രോമിലുള്ള ഒരു ഡിഫൈൻഡ് പാത്ത് ഓൺ ഓവർ വിച്ച് ആൻ എയർപ്ലെയിൻ മേ മോർ ടു ഫൈൻ ഫ്രം ദി റൺവേ ആൻഡ് ലോഡിംഗ് ആപ്രോൺ. അത് അവിടെയാണ് ഇത് എയർക്രാഫ്റ്റ് ലോഡിങ്ങിനൊക്കെ ഉണ്ടാവുക, റൺവേന്ന് മാറിയിട്ട്. ടാക്സി വേ എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ മേ മോർ ഓർ ടു ഫൈൻഡ് മോർ റൺവേ ആൻഡ് ലോഡിംഗ് ഏപ്രോൺ. അതിനുള്ള സ്ഥലമാണ് നമ്മുടെ ടാക്സി വേ. ടാക്സി വേ കണ്ടോ? ഇവിടെ ഈ കൂടെയാണ്. ഇതാണ് ടാക്സി വേ. പാർക്ക് ചെയ്യാൻ പോകുന്നതിലൂടെ തിരിഞ്ഞ് വരൂലേ, ആ തിരിഞ്ഞ് റൺവേയിലൂടെ ഇറങ്ങി തിരിഞ്ഞിട്ട് നല്ല സ്ലോ ആക്കിയിട്ട് വന്നിട്ട് ഏപ്രോണിൽ പാർക്ക് ചെയ്യാൻ പോണ ആ ഭാഗത്തിൻ്റെ ഭാഗമാണ് ടാക്സി വേ. ഇനി വരുന്നത് ഏപ്രോൺ ആണ്. ഏപ്രോൺ പറഞ്ഞാൽ എ ഡിഫൈൻഡ് ഏരിയ അല്ലേ? ഏപ്രോൺ പറഞ്ഞാൽ എ ഡിഫൈൻഡ് ഏരിയ വിച്ച് ഈസ് യൂസ്ഡ് ടു അക്കോമഡേറ്റ് എയർക്രാഫ്റ്റ്സ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ പാർക്കിംഗ്. ഇത് പാസഞ്ചേഴ്സിന് കാർഗോനൊക്കെ ലോഡിങ് അൺലോഡിങ് ചെയ്യാനുള്ള സ്ഥലമാണ് ഏപ്രോൺ എന്ന് പറഞ്ഞ ഈ സ്ഥലം. അവിടെയാണ് പാസഞ്ചേഴ്സിനെ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുക. ഇനി അടുത്തത് ടെർമിനൽ ഏരിയ ആണ്. ടെർമിനൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏപ്രോൺ, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ ഇതാണ് നമ്മുടെ ടാക്സി വേ. ഇതാണ് ടെർമിനൽ ഏരിയ. പോർഷൻ ഓഫ് എയർപോർട്ട് അതർ ദാൻ ലാൻഡിങ് ഏരിയ. ഇറ്റ് ഇൻക്ലൂഡ് ഫോളോയിങ്. ലാൻഡിങ് ഏരിയനെക്കാട്ടിലും ഏരിയയിൽ പെടാത്ത ടെർമിനൽ ബിൽഡിംഗ് ഉണ്ടാവും അതിനകത്ത്. കണ്ടോ? ടെർമിനൽ ബിൽഡിംഗ് ഫോർ പ്രോസസ്സിങ് ഓഫ് പാസഞ്ചേഴ്സിന് വരാനും പോകാനുള്ള ടെർമിനൽ ബിൽഡിംഗ് ഉണ്ടാവും അതിനകത്ത്. പിന്നെ ഫെസിലിറ്റീസ് ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് പാസഞ്ചേഴ്സ്, ബാഗേജ് ആൻഡ് കാർഗോ. ഇത് കാർഗോ ഇതൊക്കെ ലോഡ് ചെയ്യാനും പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. പിന്നെ ഏപ്രോൺ ഫോർ പാർക്കിംഗ് ഓഫ് എയർപോർട്ട്സ്. ഇത് ഫ്ലൈറ്റ്സ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെർമിനൽ ഏരിയയിലുണ്ടാവുക.
പിന്നെ അതിനകത്ത് ഹാങ്ങേഴ്സ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. കാർഗോ സ്റ്റോറേജ് ബിൽഡിംഗ്, കാർഗോ സ്റ്റോർ ചെയ്യാനുള്ള ബിൽഡിംഗ് ഉണ്ടാവും. വെഹിക്കുലാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാവും, വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്നൊക്കെ ആളെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ഏപ്രോൺ ഫോർ പാർക്കിംഗ് ഓഫ് എയർപോർട്ട്സ് അതുണ്ടാവും. വിമാനത്തിൽ നിന്ന് സാധനം കയറ്റാനും ഇറക്കാനുള്ള സ്ഥലം ഉണ്ടാവും. കണ്ടോ, ഏപ്രോൺ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ. ഇനി അടുത്തതാണ് ടെർമിനൽ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോക്കൽ പോയിന്റ് ഇൻ ദി ടെർമിനൽ ഏരിയ, അതാണ് ഫോക്കൽ പോയിന്റ്, അതിലൂടെയാണ് ആൾക്കാർ വരിക. ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ എയർലൈൻ ഓപ്പറേഷൻ ഫെസിലിറ്റീസ്, ഇതിൻ്റെ ഓപ്പറേഷൻ ഫെസിലിറ്റീസൊക്കെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകുക. ഫോർ കൺവീനിയൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ്, കാരണം ഷെൽട്ടർ ഉണ്ടല്ലോ, പാസഞ്ചേഴ്സ്, ഓഫീസൊക്കെ അതിനകത്തുണ്ടാകുക. ഫോർ എയർപോർട്ട് മാനേജ്മെൻറ്റിനുള്ള ഓഫീസൊക്കെ അതിനകത്തുണ്ടാകുക. അതിൻ്റെ അതർ നോൺ എയറോനോട്ടിക്കൽ ഫങ്ഷൻസ്, വേറെ എയറോനോട്ടിക്കൽ ഫങ്ഷൻസ്, അത് സിഗ്നൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകുക. കണ്ടോ, പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, ഇതിൻ്റെ സിഗ്നൽ കൊടുക്കുക, എയർപോർട്ട് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവുക. ടെർമിനൽ ബിൽഡിംഗ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. താങ്ക് യു.